ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഫ്ലോർ ലെവൽ 1, 2, 3 ഒരു ഫ്ലോറിൽ തന്നെ നമ്മൾ 3 ലെവൽ വെച്ചിട്ട് മൊത്തം 14 ഫ്ലോർസാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലോർ ലെവലും സീലിംഗ് ലെവലും ഒറ്റ ബ്ലോക്കിനകത്ത് ചെയ്യണം. ഇതിൽ എത്ര ലെയർ വരുന്നുണ്ട്? അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഒറ്റ ബോക്സിനകത്ത് ഒരു ലൈനിൽ 14 ലെയറാണ്. 14 × 3 42 ലെയറുകളാണ് ഈ ഒറ്റ ബോക്സിനകത്ത്. അങ്ങനത്തെ 10 ബോക്സുകൾ 420 ലെയറാണ് ഈ ഒറ്റ ബോക്സിന് വേണ്ടി ഞാൻ ചെയ്തത്. 420 ലെയർ. പിന്നെ ഈ ഒരു ബോക്സ് ഒന്ന് സെറ്റാക്കി എടുക്കാനും കുറച്ച് സമയം ചിലവായിട്ടുണ്ട്. അപ്പോൾ 420 ലെയർ ഈ ഒരു ബോക്സിനകത്ത് ചെയ്യുമ്പോൾ 420 × 3 1260 ലെയർ ഇതിനകത്ത് മാത്രം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ഭാഗത്ത് 1260 ലെയർ വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ എത്ര ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കും? അപ്പോൾ പലർക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരുപാട് നാൾ മുമ്പ് ഞാൻ പറഞ്ഞ് പിന്നെ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഒഴിവാക്കിപ്പോയൊരു വിഷയമാണ് ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് മാത്രമായുള്ള ലെയർ മാട്രിക്സ്. അതൊരു 10 ബ്ലോക്കുകൾ വരെ ഉള്ളതിന് ചെയ്യണം എന്നാണ് കരുതിയിരുന്നത്. പിന്നെ രണ്ടാമത് ഒരു ഏകദേശം 4-5 ദിവസം മുമ്പാണ് വീണ്ടും ഇത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ ജനറൽ ലെയർ മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഒക്യുപ്പൻസികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫയലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ലെയർ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ഡ്രോയിങ് അല്ലെങ്കിൽ മറ്റൊരു ലെയർ മാട്രിക്സ് ക്രിയേറ്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനത് ഏകദേശം 2-3 ദിവസം മുമ്പാണ് തുടങ്ങിയത്. അന്ന് അത് ചെയ്തു വന്നപ്പോഴാണ് ഞാനിത് വിചാരിച്ച പോലുള്ള ഒരു പരിപാടിയല്ല, എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ പോലും ചിന്തിച്ചു. ഞാൻ 10 ബ്ലോക്കുകളാണ് ചെയ്തു തുടങ്ങിയത്. പിന്നീട് അത് 10 എണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച എടുത്താലും തീർക്കാൻ പറ്റൂല എന്നുള്ളൊരു ചിന്തയും കൂടി മനസ്സിൽ വന്നപ്പോൾ ഞാൻ 5 എണ്ണത്തിലേക്ക് ചുരുക്കുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഞാനിപ്പോൾ ഇത് ഡ്രോയിങ് പരിചയപ്പെടുത്തി തരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ നമ്മളുടെ ലെയർ മാട്രിക്സ് ഏത് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് നമ്മളുടെ ഒന്നാമത്തെ ഓപ്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് കാര്യമായുള്ള മാറ്റങ്ങളില്ല. രണ്ടാമത് നമ്മൾ ഷീറ്റ് ഡിഫൈൻ ചെയ്ത് വരുന്നത് മുതലാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ സൈറ്റ് പ്ലാന്, സർവീസ് പ്ലാൻ, അതുപോലെ യൂട്ടിലിറ്റി ഡീറ്റെയിൽസ്, ഇതിലൊന്നും നമുക്ക് ബ്ലോക്കുകളോ അല്ലെങ്കിൽ അഡീഷണൽ വേറെ ലേയേഴ്സോ ഒന്നും വരുന്നില്ല. ഇത് സൈറ്റ് പ്ലാനിനകത്ത് ഇങ്ങനെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ബാക്കി ഓപ്ഷൻ 1-ൽ ഓരോ ഷീറ്റുകളായി നമ്മൾ ഒരു ബ്ലോക്കിൻ്റെ ബിൽഡിംഗ് പ്ലാൻസ് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ, ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ, ഇതൊക്കെ സെപ്പറേറ്റ് ഷീറ്റുകളായിട്ട് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഓപ്ഷൻ 1 സെലക്ട് ചെയ്ത് ചെയ്യാറ്. അപ്പോൾ അതിൽ തന്നെ ഞാനിവിടെ ബേസ്മെൻറ്റ് ഫ്ലോർ 3 മുതൽ ഫ്ലോർ 10 വരെയുള്ള ലേയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ ഷീറ്റ് 1, ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിലപ്പോൾ ഈ ടെക്സ്റ്റുകളൊന്നും ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മാച്ച് ചെയ്യുന്ന സമയത്ത് ഏതാണ് സെലക്ട് ചെയ്തത് എന്ന് മറന്നുപോകും. അപ്പോൾ അതും കൂടി നോക്കാൻ വേണ്ടിയിട്ട്, അതും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളും കൂടി താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് 1, 2, 3, 4, 5 ഇങ്ങനെ 5 ബ്ലോക്കുകൾ വരുന്ന രീതിയിൽ ഇത്രയും 14 ഫ്ലോർസാണ് ടോട്ടൽ വരുന്നത്. ബേസ്മെൻറ്റ് ഫ്ലോർ 3 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ എലിവേഷൻ ചെയ്യാൻ ഞാൻ ഇതേപോലെ തന്നെ 5 ബ്ലോക്കുകൾ എലിവേഷൻ നമ്മൾ സാധാരണ ഇതിൽ ഒരെണ്ണേ ഒരു ബ്ലോക്കിനൊക്കെ ചെയ്യുള്ളൂ. എന്നാലും ഞാൻ 3 എണ്ണത്തിൻ്റെ തന്നെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സെക്ഷനും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരു ലെയർ കോപ്പി ചെയ്ത് റീനെയിം ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ലെയർ, ഇതിൻ്റെ അടുത്തൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ഒരു ബ്ലോക്കിന് വേണ്ടി 3 ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ ബ്ലോക്കിന് വേണ്ടി 3 ലെയർ. ഈ 6 ലെയർ ആദ്യം ഇവിടെ ഉള്ളതാണ്. ബാക്കി 9 ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഈ 9 ലെയർ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത്ര അധികം ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എത്ര സമയം ഇരുന്നിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ ബിൽട്ടപ്പ് ഏരിയ ലൈനുമായിട്ട് ബന്ധപ്പെട്ട ഈ ലെയർ ചെയ്യാൻ തന്നെ 4 മണിക്കൂറിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട്.
ഈ ഒരു കാര്യം ചെയ്യാൻ തന്നെ. അപ്പോൾ ഇത്ര അധികം വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എത്ര അധികം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓപ്ഷൻ 1 അതുപോലെ ഓപ്ഷൻ 2 ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ തന്നെ 1 മണിക്കൂറിൻ്റെ മുകളിൽ സമയം വേണം കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്തു വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇത് ഒറ്റയടിക്ക് കോപ്പി ചെയ്ത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലെയർ അല്ല. ഓരോന്നും നമ്മൾ ലെയർ പ്രോപ്പർട്ടീസിൽ പോയിട്ട് റീനെയിം ചെയ്ത് ഇവിടെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിടണം. അപ്പോൾ ഓപ്ഷൻ 2ൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ തന്നെ ഈ ഓപ്ഷൻ 2നെ തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഈ നമുക്ക് വ്യത്യസ്ത ഷീറ്റുകളിലായിട്ട് ബിൽഡിംഗ് പ്ലാൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷന്, അതുപോലെ ഒരു ഷീറ്റിനകത്ത് തന്നെ ഒരു ബ്ലോക്കിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിക്കാനുള്ള ഓപ്ഷൻ. അതിന് താഴെയാണ് നമ്മൾ എക്സ്കാവേഷൻ ഡീറ്റെയിൽസ് അതുപോലെ പാർക്കിംഗ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ഇത് മുമ്പ് നമുക്ക് ജനറൽ ലെയർ മാട്രിക്സിനകത്ത് ഇവിടെ ഈ സൈറ്റ് പ്ലാൻ പ്രിൻ്റ് അതുപോലെ സർവീസ് പ്ലാൻ പ്രിൻ്റ് ഈ യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് ഒക്കെ 2 ഷീറ്റിനകത്ത് കൊടുത്തത് കൊണ്ട് ഇത് രണ്ടും വ്യത്യസ്ത ലെയറുകളാണോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണത്തിൽ മാത്രം നിർത്തിയിട്ടുള്ളത്. ശരിക്കും 2 ഷീറ്റുകളിലും കാണിച്ചിട്ടുള്ള ഈ ഡീറ്റെയിൽസ് ഇത് സെയിം ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മാത്രം നിർത്തിയത്. വെറുതെ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെയും കൂടി കോപ്പി ചെയ്ത് ഇടണ്ട എന്ന് കരുതിയതുകൊണ്ടാണ് അങ്ങനെ നിർത്തിയത്. അപ്പോൾ നിങ്ങൾ ആദ്യം മാച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് മാച്ച് ചെയ്തതിന് ശേഷം ഓപ്ഷൻ 1 വേണോ 2 വേണോ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം ഇവിടെ എക്സ്കാവേഷൻ ഡീറ്റെയിൽസും പാർക്കിംഗ് ഡീറ്റെയിൽസും ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല. അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അടുത്തത് സൈറ്റ് പ്ലാനിനകത്ത് ചെയ്യാനുള്ളതാണ് 3ാമത്തെ ഓപ്ഷൻ. ഇപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നത് നമ്മളുടെ നോർമൽ ഫുട് പ്രിൻ്റ് ലൈനാണ്. 2ാമത്തത് എക്സിസ്റ്റിംഗ് ഫുട് പ്രിൻ്റ് ലൈനാണ്. ഇതിൽ 2ലും ഞാൻ ബ്ലോക്ക് 5 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് യാർഡ്, റിയർ യാർഡ്, സൈഡ് യാർഡ് 1, സൈഡ് യാർഡ് 2, കവറേജ് ലൈൻ, കവറേജ് ഡിഡക്ഷൻ ലൈൻ, ഇതിലൊക്കെ ഞാൻ സൺഷെയ്ഡ് ഓവർഹാങ് അതിലൊക്കെ ബ്ലോക്ക് 5 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നൊരു കാര്യം ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് ആകെ 2 and 1 2ാമത്തെ ബ്ലോക്കും 1ാമത്തെ ബ്ലോക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ അത് 5 ബ്ലോക്കുകൾക്കുള്ള ഡിസ്റ്റൻസ് 5 ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ 10 ലെയർ വേണം ഇവിടെ നമുക്ക്. ആ 10 ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ കാര്യങ്ങൾ ഇവിടെ ലെയറിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ യാർഡ്സൊക്കെ വരയ്ക്കുമ്പോൾ ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങൾ ഞാൻ ഇവിടെ പോഡിയത്തിൻ്റെ റൂളിലും ചെയ്തിട്ടുണ്ട്. പോഡിയത്തിനും 5ാമത്തെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ്മെൻറ്റ് ഫ്ലോറിലും ഞാനിവിടെ ബ്ലോക്ക് 5 ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡ്സിലൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. റോഡ്, ബിൽഡിംഗ് ലൈന് ഒക്കെ സെയിം ആണ് വരുന്നത്. ഇനി അടുത്ത മാറ്റം വരുന്നത് 4ൽ മാറ്റം വരുന്നില്ല. പാർക്കിംഗ് പ്ലാനാണ്. 5ാമത്തെ ഓപ്ഷനിലാണ് അടുത്ത മാറ്റം വരുന്നത്. അതായത് ബിൽട്ടപ്പ് ഏരിയൻ്റെ ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഈ 5ാമത്തെ ഓപ്ഷനിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ട്, അതായത് ഒരു ദിവസം കൊണ്ട് പോലും തീർക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തത് ഈ 5ാമത്തെ ഓപ്ഷനിലാണ്. അതായത് ഞാൻ ഈ 6ാമത്തെ കാര്യം മാത്രം തീർക്കാൻ 4 മണിക്കൂർ എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര അധികം ലേയേഴ്സാണ് ഈ 5ാമത്തെ ഓപ്ഷനിൽ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഇവിടെ നമുക്ക് പ്രൊപ്പോസ്ഡ്, ഇപ്പോൾ നമുക്ക് ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പ്രൊപ്പോസൽ മാത്രമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ബ്ലോക്ക് 1 മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1ൻ്റെ ബിൽട്ടപ്പ് ഏരിയ കട്ടൗട്ട്, ഫുൾ ഡിഡക്ഷൻ, ഹാഫ് ഡിഡക്ഷൻ, ഇത്രയും കാര്യങ്ങൾ. ഇതിൽ നമ്മൾ കളർ കോഡ് പ്രത്യേകം യൂസ് ചെയ്യേണ്ട. കളർ കോഡോട് കൂടിയിട്ടാണ് ഞാൻ ലെയർ കൊടുത്തിട്ടുള്ളത്. അതേ കാര്യം ഞാനിവിടെ റെഗുലറൈസേഷന് വേറെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് വേറെ കാണിച്ചിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും 5 ബ്ലോക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും 10 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ ചെയ്ത കാര്യങ്ങളല്ല കേട്ടോ. ഇവിടെ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ആകെ 2 ബ്ലോക്കുകളാണ്. അപ്പോൾ ഞാൻ ഈ 3ാമത്തെ ബ്ലോക്കൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ടോട്ടൽ ഈ 14 ഫ്ലോറുകൾക്കും 14 തവണകളായിട്ട് ഈ ലെയർ ഇവിടെ പ്രോപ്പർട്ടീസിൽ വരിക, ആ ലെയറിൻ്റെ പേര് മാറ്റുക, ആ ലെയർ ഇവിടെ കോപ്പി ചെയ്തിടുക, ഇനി അതിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുക്കുക, അതിൻ്റെ ലെയർ പേര് മാറ്റുക, ഇവിടെ കോപ്പി ചെയ്തിടുക. അങ്ങനെ ഇത്രയും ലേയേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ 5 ബ്ലോക്കുകളുടെ പ്രൊപ്പോസലാണ് ഇത്രയും വരുന്നത്. അതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ, പിന്നെ കട്ടൗട്ട്, ബാക്കി ഡിഡക്ഷൻ ലൈന് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ റെഗുലറൈസേഷൻ 5 ബ്ലോക്കുകളാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ 5 ബ്ലോക്കുകൾ. ഇത് കഴിഞ്ഞാൽ ടിപ്പിക്കൽ ഫ്ലോർ, അതിൽ നമുക്കൊന്നും മാറ്റാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. പാർക്കിംഗ് ഏരിയ ഇൻസൈഡ് ദ ബിൽഡിംഗ്. ഇൻസൈഡ് പാർക്കിങ്ങിൽ ഞാൻ 5 ബ്ലോക്കുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പിന്നെ നമുക്ക് കളർ കോഡൊന്നും യൂസ് ചെയ്യാനില്ലാത്തത് കൊണ്ട് അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഞാൻ ഈ 5 ബ്ലോക്കുകൾക്ക് വേണ്ടിയിട്ട് ഈ 14 ഫ്ലോറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിഫ്റ്റാണ്. ലിഫ്റ്റ് ബ്ലോക്ക് 1ൻ്റെ ലിഫ്റ്റ് 1. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് കാണിച്ചത്. നിങ്ങൾക്ക് ഈ ഒറ്റ ലിഫ്റ്റ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് മാത്രം നോക്കിയാൽ മതി. ഇത് മാത്രം വേണമെങ്കിൽ കോപ്പി ചെയ്യുക. നമ്മുടെ ഡ്രോയിങ് എവിടെയാണോ വരുന്നത്, നമ്മൾ ചെയ്യുന്ന പ്ലാൻ എവിടെയാണോ അവിടെ കൊണ്ടുവന്നിടുക. ഇത് മാത്രം മാച്ച് ചെയ്ത് പോവുക. പെട്ടെന്ന് നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയലാഭം നമുക്കുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇന്ന് 10-20 മിനിറ്റിൻ്റെ താഴെ വന്നുള്ളൂ എനിക്കൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പാസ്സാക്കി എടുക്കാൻ. അത് നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. ഒരുപാട് സമയലാഭമുണ്ട് ഇത് വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഇത്ര അധികം ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതൊക്കെ നമ്മളുടെ നിലവിലുള്ള ജനറൽ എയർ മാട്രിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊക്കെ ഞാൻ എത്രത്തോളം ലേയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അടുത്തത് മെസിനൈൻ ഫ്ലോർ ആണ്. ഇവിടെ ഈ ഫസ്റ്റ് വരുന്നത് ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1ൽ മെസിനൈൻ ഫ്ലോർ 1, 2, 3. അതുപോലെ 5 ബ്ലോക്കുകൾ. ഇത് 5ാമത്തെ ബ്ലോക്കാണ് ഈ ലാസ്റ്റ് കാണുന്നത്. ഇങ്ങനെ 1, 2, 3, 4, 5 ബ്ലോക്കുകൾക്ക് വേണ്ടി ഈ ടോട്ടൽ 14 ഫ്ലോർസിൻ്റെ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ബ്ലോക്കിൽ ഒരു മെസിനൈൻ ഫ്ലോർ എന്ന് പറഞ്ഞാൽ അതിന് 2 ലെയറാണ് വരുന്നത്. കാരണം ഹോൾ മാർക്ക് ചെയ്യണം, അത് കഴിഞ്ഞാൽ മെസിനൈൻ ഫ്ലോർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി 2 ലെയർ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഇത്ര അധികം ലെയേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് സമയമായി എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും ഇത് വെച്ച് ഡ്രോയിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഫയർ എസ്കേപ്പ് സ്റ്റെയർ. അതും നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല. ബ്ലോക്ക് 1ൻ്റെ ഫയർ എസ്കേപ്പ് സ്റ്റെയർ ക്യാബിനാണ് ഫസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല, മറ്റേ എല്ലാ ലെയറും കൂടി ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തത്, ഏതാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പിന്നെ സൂം ഔട്ട് ചെയ്ത് നോക്കും. എന്നിട്ടൊക്കെയാണ് കണ്ടുപിടിച്ചിരുന്നത്. ഇതിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത്രയും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ ലെയറുകളും തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ബ്ലോക്ക് 1ൻ്റെ 3 ഫയർ സ്റ്റെയർ കണ്ടോ. ഒരു ബ്ലോക്കിന് തന്നെ 3 ഫയർ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 ബ്ലോക്കുകൾക്ക് 3 ഫയർ സ്റ്റെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് സ്പൈറൽ സ്റ്റെയർ ആണ്. സ്പൈറൽ സ്റ്റെയർ ശരിക്കും നമുക്ക് ഫയർ എസ്കേപ്പ് സ്റ്റെയർ ആയിട്ടാണ് കൊടുക്കാൻ പറ്റുക. അത് 10 മീറ്റർ ഹൈറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും നമുക്ക് അവിടെ ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ഇത്രയും മതി. എന്നാലും ഞാൻ മുമ്പ് ജനറൽ ലെയർ മാട്രിക്സിൽ ഞാൻ കോപ്പി ചെയ്ത ഒരു ലെയർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാനിതൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അതിനകത്ത് ബേസ്മെൻറ്റ് ഫ്ലോർ മുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ രീതിയിൽ തന്നെ ചെയ്തതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡേ ആവശ്യമുള്ളൂ. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അപ്പോൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഇതുപോലെ തന്നെയാണ് ജനറൽ സ്റ്റെയറും വരുന്നത്. ഞാൻ ഈ ഫയർ സ്റ്റെയറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ജനറൽ സ്റ്റെയറും തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെയും സ്റ്റെയർ ക്യാബിനാണ് ഫസ്റ്റ് വരുന്നത്. അതിൻ്റെ ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ലാൻഡിങ് വേറെ വരുന്നുണ്ട്, സ്റ്റെപ്സ് വേറെ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വേറെ എവിടെയും പോയിട്ട് നമ്മൾ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പേര് നോക്കിയൊന്നും വേണ്ട. ഈ ഒരു ടൈറ്റിൽ മാത്രം നോക്കുക, അതിന് താഴെയുള്ള ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. അതേ രീതിയിൽ 5 ബ്ലോക്കുകൾ, 5 ബ്ലോക്കുകൾക്കും 3 സ്റ്റെയർ വീതം. അടുത്തത് ലിഫ്റ്റിന് പകരം നൽകുന്ന റാമ്പുകൾ. അതും ഞാൻ ഇതേ രീതിയിൽ തന്നെ 3 ബേസ്മെൻറ്റ് ഫ്ലോറും ബാക്കി G+10 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 5 ബ്ലോക്കുകൾ ചെയ്തിട്ടുണ്ട്. എസ്കലേറ്റർ ചെയ്തതും അതേ രീതിയിൽ തന്നെ. എസ്കലേറ്റർ സ്റ്റെയറിൻ്റെ അപ്പ് ഡയറക്ഷനും ഡൗൺ ഡയറക്ഷനും 5 ബ്ലോക്കുകൾ വീതം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാട്ടർ ക്ലോസറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, സാനിറ്റേഷൻ ഫെസിലിറ്റീസിലേക്ക് വരുമ്പോൾ
ജെൻസ് ടോയ്ലറ്റിൻ്റെ ലെയർ നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്ത് ലേഡീസ് ടോയ്ലറ്റ് ആയിട്ട് നമ്മളത് മാറ്റണം എന്നുണ്ടെങ്കിൽ കളർ കോഡ് കൊടുക്കണമായിരുന്നു. ഇപ്പം ഞാനിവിടെ ലേഡീസ് ടോയ്ലറ്റിന് വേറെ തന്നെ കളർ കോഡ് വെച്ചിട്ട് തന്നെ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് അവിടെ എളുപ്പമായി. ഈ 2 ലെയർ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ജെൻസ് ടോയ്ലറ്റും ലേഡീസ് ടോയ്ലറ്റും ഒരുമിച്ച് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആ ഡ്രോയിങ്ങിലേക്ക് വെച്ചാൽ മതി. എന്നിട്ട് മാച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതിനൊക്കെ ഞാൻ 5 ബ്ലോക്കുകൾ വീതമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ജെൻസ് ടോയ്ലറ്റിന് 5 ബ്ലോക്ക്, ലേഡീസ് ടോയ്ലറ്റ് 5, യൂറിനൽസിന് 5, വാഷ് ബേസിന് 5, സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റും 5 ബ്ലോക്കുകൾ. 5 ബ്ലോക്കുകൾ മാത്രമല്ല 14 ഫ്ലോർസ് ഉണ്ട് ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഈ സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റിന് എന്തിനാണ് 14 ഫ്ലോർസ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമല്ല കൊടുക്കേണ്ടി വരും കേട്ടോ. ഓരോ 3 നിലകൾക്കും 1 എന്നുള്ള രീതിയിലാണ് നൽകേണ്ടത്. ഓക്കെ, പിന്നെ എക്സിറ്റ് വിഡ്ത്തിൻ്റെതാണ് അടുത്തത്. എക്സിറ്റ് വിഡ്ത്തിലും ഞാൻ 14 ഫ്ലോറുകൾക്ക് 5 ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് വിഡ്ത്ത് ഡോറും സ്റ്റെയറും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇത് ഒരുമിച്ചാണ് കിടന്നിരുന്നത്. എന്നിട്ട് ഇവിടെ ഈ ഒരു സൈഡിൽ ഒറ്റ ടെക്സ്റ്റാണ് ഉണ്ടായിരുന്നത്, എക്സിറ്റ് വിഡ്ത്ത് ഡോർ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും സ്റ്റെയറും ഡോറും സെപ്പറേറ്റ് വരുന്നുണ്ട്. അടുപ്പിച്ച് ചെയ്ത കാരണം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു കിടന്നിരുന്നത്. നമ്മളിപ്പോൾ മാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എക്സിറ്റ് വിഡ്ത്ത് സ്റ്റെയറിൻ്റെ ലെയറാണോ ഡോറിൻ്റെ ലെയറാണോ എന്നുള്ളത് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അടുത്തത് റാംപ്സ് ഫോർ ഡിസേബിൾഡ്. ഇത് ഈ റാമ്പ് 1 ആണ്. നമുക്ക് ചെറിയ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒറ്റ റാമ്പ് നമ്മൾ സാധാരണ ഇതിൽ ചെയ്യുള്ളൂ. ഒന്നിൽ കൂടുതൽ റാമ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാൻ എന്തായാലും 5 ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ റാമ്പ് 1ൻ്റെ ലെയറുമായിട്ട് ഈ ടെക്സ്റ്റ് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിന് സെപ്പറേറ്റ് ലെയർ കൊടുക്കണ്ട. ബ്ലോക്ക് 1 ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ബ്ലോക്ക് 1ൻ്റെ റാമ്പ് 1 ആണെങ്കിൽ മറ്റുള്ള ലെയർ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഈ ടെക്സ്റ്റിനും ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ബിൽഡിംഗ് സൊല്യൂഷൻ. അതും 5 ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാവൽ ഡിസ്റ്റൻസും 5 ബ്ലോക്കുകൾ, 14 ഫ്ലോറുകൾ. ഫുട് പ്രിൻറ്റും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് നമ്മളിത് വരച്ച് വെറുതെ കോപ്പി ചെയ്ത് ഇടല്ല. ഇതൊക്കെ കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ ലെയറും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പേര് വന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും കേട്ടോ. ലെയർ പ്രോപ്പർട്ടീസിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണിത് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര അധികം സമയം എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ 5 അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് 6ാമത്തെ കാര്യം, സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ഗ്രൗണ്ട് ലെവലിനും റൂഫ് ലെവലിനും 5 വീതം ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ ഫ്ലോർ ലെവൽ ആൻഡ് സീലിംഗ് ലെവൽ. ഈ ഫ്ലോർ ലെവലും സീലിംഗ് ലെവലും കൊമേഴ്ഷ്യലിന് കൊടുക്കേണ്ട കളർ കോഡും കൂടി ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അത് AC റൂമാണെങ്കിൽ AC റൂമുകൾക്ക് വേറെ കളർ കോഡാണ് യൂസ് ചെയ്യേണ്ടത്. AC റൂമാണെങ്കിൽ ഏത് കളർ കോഡാണ് എന്നുള്ളത് വേറെ ലെയർ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ബ്ലോക്ക് 1ൻ്റെ ഫ്ലോർ ലെവൽ, അതുപോലെ ബ്ലോക്ക് 1ൻ്റെ സീലിംഗ് ലെവൽ, അതേ രീതിയിൽ ബ്ലോക്ക് 2, 3, 4, 5 അങ്ങനെ 5 ബ്ലോക്കുകൾക്ക് നോർമൽ റൂമിൻ്റെ സീലിംഗ് ലെവലും ഫ്ലോർ ലെവലുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതേ 5 ബ്ലോക്കുകൾക്ക് AC റൂം ആണെങ്കിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ള ലെയർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകം കളർ കോഡ് വേണ്ട. പാർക്കിംഗ് ഫ്ലോറുകൾക്ക് കൊടുക്കേണ്ട കളർ കോഡ് ഇവിടെ അതേപോലെ തന്നെ 5 ബ്ലോക്കുകൾക്ക് ഉള്ളത് കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഫ്ലോർ ലെവൽ 1, 2, 3 ഒരു ഫ്ലോറിൽ തന്നെ നമ്മൾ 3 ലെവൽ വെച്ചിട്ട് മൊത്തം 14 ഫ്ലോർസാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലോർ ലെവലും സീലിംഗ് ലെവലും ഒറ്റ ബ്ലോക്കിനകത്ത് ചെയ്യണം. ഇതിൽ എത്ര ലെയർ വരുന്നുണ്ടപ്പോൾ? ഇപ്പോൾ ഈ ഒരു ഒറ്റ ബോക്സിനകത്ത് ഒരു ലൈനിൽ 14 ലെയറാണ്. 14 × 3 42 ലെയറുകളാണ് ഈ ഒരു ഒറ്റ ബോക്സിനകത്ത്. അങ്ങനത്തെ 10 ബോക്സുകൾ 420 ലെയറാണ് ഈ ഒരു ഒറ്റ ബോക്സിന് വേണ്ടി ഞാൻ ചെയ്തത്. 420 ലെയർ. പിന്നെ ഈ ഒരു ബോക്സ് ഒന്ന് സെറ്റാക്കി എടുക്കാനും കുറച്ച് സമയം ചിലവായിട്ടുണ്ട്. അപ്പോൾ 420 ലെയർ ഈ ഒരു ബോക്സിനകത്ത് ചെയ്യുമ്പോൾ 420 × 3 1260 ലെയർ ഇതിനകത്ത് മാത്രം വരുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ചെറിയ ഭാഗത്ത് 1260 ലെയർ വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ എത്ര ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കും? അപ്പോൾ പലർക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി തരാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തായാലും ഇന്ന് ഇതിൻ്റെ ഒരു റെഗുലറൈസേഷൻ പ്ലാനും ഒരു പ്രപ്പോസലും ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിസ്റ്റിങ്ങിൻ്റെ ലെയർ വെച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഞാൻ ചെയ്തത് സ്ക്രൂട്ടിനിയൊക്കെ പാസ്സായി വന്നു, ഓക്കെ ആണ്. ഇനി കൂടുതൽ ബ്ലോക്കുകൾ വരുന്ന ബിൽഡിങ് ചെയ്തു വരുമ്പോഴേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ഇത്ര അധികം ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ഒരെണ്ണത്തിൻ്റെ ലെയർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രൂട്ടിനി റിപ്പോർട്ടിനകത്ത് എറർ കാണിക്കുമ്പോഴേ നമുക്ക് റെഡിയാക്കി പോകാൻ പറ്റുള്ളൂ. എന്തായാലും പരമാവധി കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.